അവതാർ ദി ലാസ്റ്റ് എയർബെൻഡർ എന്ന ആനിമേറ്റഡ് സീരീസിൻ്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. നമ്മളിപ്പോൾ ഈ അടുത്ത് വൺ പീസിൻ്റെ ഒക്കെ ലൈവ് ആക്ഷൻ വന്ന പോലെ ആ ഒരു സോഴ്സ് മെറ്റീരിയലിൻ്റെ ആ ഒരു സോൾ അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഇവിടെയൊക്കെ കുറേ ഫ്ലോസ് ഉണ്ട്. നമുക്ക് ഒറിജിനലായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഫ്ലോസ് ഉണ്ടെങ്കിലും വിഷ്വലി നല്ല രസമുണ്ട് ഇത് കാണാൻ. ആൻഡ് ഒട്ടുമിക്ക അതിൻ്റെ ഒരു എസൻസ് അതേപോലെ തന്നെ ഇവർക്ക് പകർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആനിമേറ്റഡ് കുറച്ചും കൂടി കോമഡിയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി സറ്റൈറിക്കലാണ് ഈ സാധനങ്ങളൊക്കെ പോകുന്നത്, ക്യാരക്ടേഴ്സും അതിലെ മൊത്തത്തിലുള്ള പ്ലേസ്മെൻറ്റ്. പക്ഷേ പെട്ടെന്ന് അതിൻ്റെ ടോൺ ഷിഫ്റ്റ് ആയിട്ട് വേറെ രീതിയിലൊക്കെ അതിൻ്റെ ആക്ഷൻ സീക്വൻസുകളൊക്കെ വരുന്ന സമയത്ത് വളരെയധികം സീരിയസ് മോഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോൺ മൊത്തത്തിൽ ഒരു വാർ എപ്പിക് അല്ലെങ്കിൽ ഒരു എപ്പിക് ഫാൻറ്റസിക്ക് വേണ്ട ഒരു സീരിയസ് മെറ്റീരിയൽ പോലെയാണ് ഇവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം ഇതിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ രീതിയിൽ കോമഡി ചിലപ്പോൾ കുത്തിക്കയറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കല്ലുകടയായിട്ട് തോന്നിയാണ്. പക്ഷേ ഈ സീരീസിൻ്റെ ആ ഒരു മോഡിൽ അതിൻ്റെ ആ ഒരു പേസിങ്ങിന് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വൈസ് നന്നായിട്ട് തന്നെ ചേരുന്നുണ്ട്. സോ അതുകൊണ്ട് എനിക്കിഷ്ടമായി കണ്ടപ്പോൾ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഈ അവതാറിൻ്റെ ആനിമേറ്റഡ് സീരീസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക. ഇതിൻ്റെ ആ ഒരു ബേസ് ഏകദേശമൊക്കെ സെയിം ആണ്. സോ അവതാറിന്നൊരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടറാണ് സോൾ പ്രൊട്ടക്ടർ, ആ ഒരു മൊത്തത്തിലുള്ള ഹ്യൂമൻ കൈൻഡിൻ്റെ. സോ അത് ഇങ്ങനെ റീഇൻകാർണേറ്റ് ചെയ്ത് വരും നമ്മളിപ്പോൾ അവതാരം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. സോ അതിൽ തന്നെ കുറേ നേഷൻസ് ഉണ്ട്, കുറേ ട്രൈബ്സ് ഉണ്ട്. എർത്ത് ബെൻഡിങ്, ഫയർ ബെൻഡിങ്, എയർ ബെൻഡിങ്, വാട്ടർ ബെൻഡിങ് എന്നൊക്കെ പറഞ്ഞത് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ബെൻഡിങ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. സോ ഇവരുടെ ഇടയിൽ നടക്കുന്ന കുറച്ച് ക്ലാഷും ഇൻ്റേണൽ ആ കാര്യങ്ങളൊക്കെയാണ് സീരീസ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതിനിടയിൽ തന്നെ ഈ അവതാരം എന്നൊരു ക്യാരക്ടറിന് ഇവർ ചെറിയ ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ചെറു പ്രായത്തിലുള്ളൊരു ക്യാരക്ടറാണ്. ഈ എയർ ബെൻഡിങ് മാത്രം അറിയാവുന്നൊരു ക്യാരക്ടറാണ്. അവസാനത്തെ ഒരു എയർ ബെൻഡറാണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് എയർ ബെൻഡർ എന്ന പേരും. സോ ബാക്കിയുള്ള ബെൻഡിങ് ഒക്കെ ഇപ്പോൾ വാട്ടർ ബെൻഡിങ്ങും എർത്ത് ബെൻഡിങ്ങും ഫയർ ബെൻഡിങ്ങും ഒക്കെ ഈ ഒരു ക്യാരക്ടറിന് മുഴുവനായിട്ട് പഠിച്ച് മൊത്തത്തിലൊരു പ്രോപ്പർ അവതാരമായിട്ട് മാറുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഒരു എൻ്റെയർ സീരീസിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത് 3 ബുക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 3 ബുക്സ് 3 സീസൺസ് ആയിട്ടായിരുന്നു നമ്മുടെ ആനിമേറ്റഡ് ഷോയിലുള്ളത്. ആ ആനിമേറ്റഡ് ഷോ അറൗണ്ട് ഒരു 20-25 എപ്പിസോഡൊക്കെ ഉണ്ടാവും ഒരു സീസൺ. സോ ആ ഒരു സീസണെ ഒരു 8 എപ്പിസോഡാക്കിയിട്ട് കൺസൈസ് ആയിട്ടാണ്, ഒരു ബുക്കിനെ കൺസൈസ് ആയിട്ടാണ് ഈ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനിൽ ഇവർ കാണിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റത്തെ ഐ തിങ്ക് വാട്ടർ ബെൻഡിങ് ആയിരുന്നു. ദെൻ അടുത്ത് കഴിഞ്ഞ് എർത്ത് ബെൻഡിങ് ഉണ്ട്, അത് കഴിഞ്ഞ് ഫയർ ബെൻഡിങ്, ഇങ്ങനെ 3 ആയിരിക്കും അടുത്ത 3 സീസണിലൂടെ അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് സീസൺ അവർ കുറച്ചൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രോപ്പർ സോൾ അതേപോലെ തന്നെ ഉണ്ട്. ആൻഡ് ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇതിലെ VFXും ഇതിലെ ആനിമേഷൻ സീക്വൻസുകളൊക്കെ തന്നെയാണ്. കിടിലൻ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒരു രക്ഷയില്ല, വേറെ ലെവൽ സാധനമാണ്. പ്രത്യേകിച്ച് ഇതെങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് ഭയങ്കരധികം തോട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ തന്നെ ഒരു മൂവി ഉണ്ടായിരുന്നു, നമ്മുടെ M. നൈറ്റ് ശ്യാമളൻ സംവിധാനം ചെയ്ത 2005 പുറത്തിറങ്ങിയ അവതാർ ദി ലാസ്റ്റ് എയർബെൻഡർ എന്ന് പറഞ്ഞ മൂവി. സോ അതിൻ്റെ ആ ഒരു മൂവിയിലൂടെ കാണിക്കാൻ സാധിക്കില്ല എന്ന് ആ ഒരു സിനിമ കാണിച്ചു തന്നു. അതിലൂടെ മുഴുവനായിട്ട് പറയാനേ പറ്റില്ല, അതിൻ്റെ സോൾ നമുക്ക് കിട്ടുകയില്ല. എന്നാലും അതിലുള്ള VFXിലും കുറേയൊക്കെ വിഷയങ്ങളുണ്ടായിരുന്നു. ഇതിലെ VFXിൽ ഈ ഒരു ബെൻഡിങ് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആനിമി ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനിലൊക്കെ മെയിൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊന്ന് അതിൻ്റെ ആ ഒരു സോൾ എലമെൻറ്റ്സ് കാണിക്കുമ്പോൾ, അതിന് പ്രത്യേകിച്ചുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെ കാണിക്കുമ്പോൾ VFX ഡ്രോപ്പായി പോകാറുണ്ട്. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇപ്പോൾ ആനിമേറ്റഡ് ഷോയിൽ വെറുതെ ഇങ്ങനെ വര കാണിച്ച് അവർക്ക് കാണിക്കാൻ സാധിക്കും ഇപ്പോൾ അത് കാറ്റാണ് എന്നുള്ളത്. പക്ഷേ അത് ലൈവ് ആക്ഷനിലേക്ക് വരുമ്പോൾ കാറ്റ് നമുക്ക് ഫീൽ ചെയ്യണം. സോ അങ്ങനെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ, ഇപ്പോൾ എയർ ബെൻഡിങ് ആങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫയർ ബെൻഡിങ് നടത്തുമ്പോൾ ആ ഫയറിൻ്റെ ഫ്ലെയിംസ് ഉള്ള രീതിയിൽ ആ ഒരു ഗ്ലെയർ എഫക്റ്റ് നമുക്ക് കിട്ടില്ല. ആ രീതിക്കൊക്കെ കുറേ മൈന്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ എയർ ബെൻഡിങ്ങിന് ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്, ഫയർ ബെൻഡിങ്ങിന് പ്രത്യേക സ്റ്റൈലുണ്ട്, വാട്ടർ ബെൻഡിങ്ങിൻ്റെയും എർത്ത് ബെൻഡിങ്ങിൻ്റെ ഒക്കെ തന്നെ അതിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി നമ്മളിപ്പോൾ ആനിമേറ്റഡ് ഷോയിൽ കണ്ടപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഇതിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു 99% ഇതിൽ VFX ഷോട്ടുകളാണ്, മുഴുവനായിട്ട് ഗ്രീൻ സ്ക്രീനാണ്. പക്ഷേ കിടിലിനായിട്ട് തന്നെ നമുക്ക് ആ ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് തന്ന് നമ്മൾ ആ ഒരു സ്ഥലത്തുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന വലുതും ചെറിയമായിട്ടുള്ള കുറച്ച് ക്രീച്ചേഴ്സിൻ്റെയും അനിമൽസിൻ്റെ ഒക്കെ ഫറടക്കം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ രീതിക്കാണ് അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. സോ പ്രൊഡക്ഷൻ ക്വാളിറ്റി അതിമനോഹരമാണ്, അതിഗംഭീരമാണ്. ഒരുപാട് പൈസ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ മുടക്കിയ പൈസ വീട്ടിൽ കൊണ്ടുപോകാണ്ട് പ്രോപ്പറായിട്ട് ഇതിൽ ചെയ്തിട്ടുള്ള VFX തന്നെയാണ് നമുക്ക് കാണുന്നുണ്ട്. സോ ഇത്ര ഒരു ഡിലേ വന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിരുന്നു തോന്നുന്നു. എൻ്റെ ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഒരു അഡൽട്ട് ഫാൻറ്റസി അല്ലെങ്കിൽ ഹൈ ഫാൻറ്റസി സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ചും കൂടി സീരിയസ് ആയിട്ടാണ്. പക്ഷേ ഇതുപോലെയല്ല നമ്മുടെ ആനിമേറ്റഡ് സീരീസ്. സോ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്കിഷ്ടമായി. കാരണം നെറ്റ്ഫ്ലിക്സിലൂടെ ഒരു വൈഡർ ഓഡിയൻസിലേക്കാണ് ഇവർ എത്തിക്കാൻ ശ്രദ്ധിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ
നല്ലൊരു ഹൈ ഫാൻറ്റസി സീരീസ് ആയിട്ട് ഈ ആനിമേറ്റഡ് ഷോ ആയിട്ട് കമ്പയർ ചെയ്യാതെ നോക്കുമ്പോൾ നല്ലൊരു ആനിമേറ്റഡ് സീരീസ് ആയിട്ട് നമുക്ക് പറയാം. പക്ഷേ അവിടെയൊക്കെ കുറേ മിസ്കാസ്റ്റിങ്ങും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് കണ്ടിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. അത് കണ്ടിട്ടുള്ളവർക്ക് ഓക്കെ എന്നുള്ളൊരു മോഡായിരിക്കും ഇത് സമ്മാനിക്കുക. സോ തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. ഇത് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെ പോയാലും മറ്റേ സാധനം കണ്ടു നോക്കണം. അത് വളരെയധികം അൺറേറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നത് അധികം ആൾക്കാർ കണ്ടിട്ടില്ല. ഇപ്പോൾ ബാക്കിയുള്ള ആനിമീസ് കണ്ട പോലെ ഇതൊരു ആനിമേറ്റഡ് ഷോ ആണ്. ഇംഗ്ലീഷിലാണ് ഇതിൻ്റെ എല്ലാം ഉള്ളത്. കിടില സാധനമാണ്, വേറെ ലെവലാണ്. ഓൾറെഡി നമ്മൾ ഇതിനെ പറ്റിയൊരു വീഡിയോ വേറെ ചെയ്തിരുന്നു. സോ അവതാർ ദി ലാസ്റ്റ് എയർബെൻഡർ എന്ന ആനിമേറ്റഡ് ഷോ മിസ്സാക്കരുത്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി കാണണം എന്നും കൂടി ഓർമ്മിക്കുന്നു. സോ ഇതിന് 8 എപ്പിസോഡുകളുള്ളത്. അടുത്ത സീസണുകൾ നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് ക്യാൻസൽ ആവില്ല എന്ന് ഒരു ഉറപ്പുമില്ല. എങ്കിലും ഇതിൻ്റെ ആ ഒരു റൺ അടിപൊളിയാണെങ്കിൽ ഒരു തീർച്ചയായിട്ടും അടുത്തൊക്കെ കിഡിലിനായിരിക്കും. അവർ എർത്ത് ബെൻഡിങ്ങിൽ ഒരു ചെറിയ കുരിപ്പൊക്കെ ഇനി വരാതിരിക്കുന്നുണ്ട്. പൊളിയാണത്. പിന്നെ വേറെ കുറേ സാധനങ്ങൾ ഇനി വരാതിരിക്കുന്നുണ്ട്. സോ അവസാനത്തെ 3rd സീസണിലെ കുറേ കിഡിലൻ ബാറ്റിൽ സീക്വൻസുകളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് ഇത് സക്സസ് ആയി മാത്രമേ വരുള്ളൂ എന്ന് വിചാരിക്കാം. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കാം. നെറ്റ്ഫ്ലിക്സിൽ ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളും അവൈലബിൾ ആണ്. ഓൾറെഡി ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം.